നമുക്കൊപ്പം കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂടി തത്സമയം ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി, പാർലമെന്റിൽ നിരവധി അവസരങ്ങൾ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു. ബില്ല് അവതരിപ്പിക്കുമ്പോൾ, ബില്ല് പരാജയപ്പെടുമ്പോൾ, അതിനുശേഷം വേണമെങ്കിൽ ഇന്നും പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാമായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു മാധ്യമത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള പ്രധാനമന്ത്രിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. എങ്ങനെയാണ് കാണുന്നത് ഈ പ്രസംഗത്തെ? ഇത് പൂർണ്ണമായും അധികാര ദുർവിനിയോഗമാണ് എന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം. കാരണം സർക്കാരിന്റെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിന് ശക്തമായും വ്യക്തമായും മറുപടി പറയാൻ പ്രതിപക്ഷത്തിന് ഒട്ടേറെ ആയുധങ്ങൾ കയ്യിലുണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ മാധ്യമങ്ങളിൽ ഇത്തരം മറുപടികൾ കൊടുക്കാനുള്ള സംവിധാനം പ്രതിപക്ഷത്തിനില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് ഒരു ചതിക്കുഴിയാണ്. അതാണ് പച്ച മലയാളത്തിൽ ഉപയോഗിക്കേണ്ട വാക്ക്, ചതിക്കുഴിയാണ്. ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നിലവിലുള്ള 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 33% സംവരണം അത് കൊണ്ടുവരൂ, ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാം, നിങ്ങൾക്ക് പിന്തുണ തരാം, അത് പാസ്സാക്കാം. അപ്പോൾ 2023 പാസ്സാക്കിയ നിയമം, ആ വനിതാ സംവരണ നിയമം നിങ്ങൾ 2029 നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇതിനെ അംഗബലം കൂട്ടുന്നതിനെ കുറിച്ച് അന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ പറഞ്ഞില്ല. ഇതൊന്നും പറയാതെയാണ് 2023 നിലവിലുള്ള ലോക്സഭയിലെയും നിയമസഭകളിലെയും അംഗസംഖ്യയിൽ 33% സംവരണം എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം പാസ്സാക്കിയത്. ആ നിയമമാണ് 2029 പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞത്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ നിയമം ഈ പ്രതിപക്ഷവുമായി ആലോചിക്കാതെ, സംസ്ഥാനങ്ങളുമായി ആലോചിക്കാതെ പെട്ടെന്ന് ധൃതി പിടിച്ച്, എന്താണ് ഇങ്ങനെ ഒരു നിയമം ഇത്ര പെട്ടെന്ന് പാർലമെന്റ് സമ്മേളനം അവസാനിച്ചു, സ്പെഷ്യൽ സമ്മേളനമായി 3 ദിവസത്തെ സമ്മേളനം നോട്ടീസ് കൊടുക്കുന്നു, സമ്മേളനം വിളിക്കുന്നു. ഞങ്ങൾക്ക് പാർലമെന്റ് ഞങ്ങൾക്ക് ബില്ല്, ഈ 3 ബില്ലുകൾ തരുന്നത്, പുതിയ ബില്ലുകൾ തരുന്നത് 2 ദിവസത്തിന് മുമ്പാണ് തരുന്നത്. ഞങ്ങൾക്ക് നേരെ ചൊവ്വയെന്ന് വായിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ പോലും സമയം തരാതെ ധൃതി പിടിച്ച് ബില്ല് കൊണ്ടുവന്നു. അപ്പൊ ഇതാർക്ക് വേണ്ടിയാണ്? ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ, മാധു പറഞ്ഞ പോലെ പശ്ചിമ ബംഗാളിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കൊണ്ടുവന്ന ഒരു ധൃതി പിടിച്ചു കൊണ്ടുവന്ന നിയമം. ഇതിനകത്ത് വിശദമായ ചർച്ചകൾ വേണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ BJPയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരുടെ സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റും ഈ കമ്മീഷനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് ജയിച്ചു വരാവുന്ന തരത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങളെയും നിയമസഭാ മണ്ഡലങ്ങളെയും പുനർക്രമീകരിക്കുകയാണ്. എങ്ങനെയാണ് BJP വിശ്വസിക്കുക? BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ തീരുമാനങ്ങൾ സുതാര്യമാണോ? അവരുടെ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളെല്ലാം അവർ വിനിയോഗിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന ഡീലിമിറ്റേഷൻ ഒരു സുതാര്യമാകുമോ? ട്രാൻസ്പെറന്റ് ആണോ? അതിനകത്ത് നീതിപൂർവമായിരിക്കുമോ ആ ഡീലിമിറ്റേഷൻ നടക്കാൻ പോകുന്നത്? അതിൽ മൈനോറിറ്റിയെ ഇവർ എത്രത്തോളം വെട്ടിക്കളയും, അല്ലെങ്കിൽ മൈനോറിറ്റിക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളെ ഇവർ നിലനിർത്തുമോ? അതിനെ പല കഷ്ണങ്ങളായി മുറിക്കാൻ കഴിയും. ഇതൊക്കെ നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ നിയോഗിക്കാൻ പോകുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആരാണ്? ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്നവരാണ്. അവരായിരിക്കും ഈ 850 കോൺസ്റ്റിറ്റ്യുവൻസികൾ പുനർനിർമ്മിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയായിരിക്കും? ആരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും? BJPയുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. അതിന് ഞങ്ങൾ നിന്ന് കൊടുക്കണമോ? പ്രതിപക്ഷം അതിനെ അംഗീകരിക്കണമോ? പ്രതിപക്ഷത്തിന് BJPക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, അല്ലെങ്കിൽ RSSന് മാത്രമേ ബുദ്ധിയുള്ളൂ? ഞങ്ങൾക്കും രാഷ്ട്രീയമായ ബുദ്ധിയില്ലേ? ഞങ്ങൾക്കും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശക്തിയും ബുദ്ധിയൊക്കെ പ്രതിപക്ഷത്തിനില്ലേ? പ്രതിപക്ഷം മണ്ടന്മാരാണോ? പ്രതിപക്ഷത്തെ മണ്ടന്മാരായി അവർ കണക്കാക്കാൻ കഴിയുമോ? അതുകൊണ്ട് അവർക്ക് പാർലമെന്റിൽ, ലോക്സഭയിൽ, ഞാൻ അവസാനിപ്പിക്കാം, ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ഇല്ലെന്ന് അറിഞ്ഞുകൂടി 3/2 ഭൂരിപക്ഷം, ഇപ്പൊ 2/3 മെജോറിറ്റി വേണം ഭരണഘടനാ ഭേദഗതിക്ക്, അതില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി എന്തിന് ഈ ബില്ല്?
അവർക്ക് വ്യക്തമായി ഭൂരിപക്ഷമില്ല, 2/3 മെജോറിറ്റി കിട്ടില്ല, പ്രതിപക്ഷവുമായി ധാരണയുണ്ടാക്കിയിട്ടില്ല, 2/3 മെജോറിറ്റിക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടിയില്ല, പ്രതിപക്ഷത്തിന്റെ സമ്മതം വാങ്ങിയില്ല. ഇതൊന്നുമില്ലാതെ അടിയന്തരമായി പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന് 2/3 മെജോറിറ്റി ഇല്ലാതെ ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? ഇതെല്ലാം രാഷ്ട്രീയമാണ്, BJPയുടെ അജണ്ടയാണ്, RSSന്റെ താല്പര്യങ്ങളാണ്. അതിന് ഞങ്ങൾ നിന്ന് കൊടുക്കണമെന്നാണോ പ്രധാനമന്ത്രി പറയുന്നത്? Yes. അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അജണ്ട, അവർക്ക് ഈ ആയുഷ്കാലം ഈ രാജ്യം ഭരിക്കുവാൻ, സംസ്ഥാനങ്ങൾ അവരുടെ കൈപ്പടിയിൽ ഒതുക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഇത്തരമൊരു ബില്ലിനെ ഞങ്ങൾ കൂട്ടുനിൽക്കണമോ? ഞങ്ങളുടെ നിലംപരിശാക്കുന്ന പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഉണ്ടാക്കാവുന്ന ഡീലിമിറ്റേഷൻ അടക്കമുള്ള ഈ ബില്ലിനെ, അശാസ്ത്രീയമായ ഈ ബില്ലിനെ ഞങ്ങൾ കൂട്ടുനിൽക്കണമോ? അപ്പൊ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സംസാരിക്കണ്ടേ? രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ലഭിക്കണ്ടേ? ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് 2 ധ്രുവങ്ങളാക്കി മാറ്റുന്ന ഒരു ഡീലിമിറ്റേഷനിലെ കൊണ്ടുവന്നിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് എന്ന് അങ്ങയുടെ വാക്ക് ഞങ്ങൾ എടുക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഇപ്പോൾ പ്രതികരിച്ചതിന്.